ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ S23 വാങ്ങിക്കണോ അതോ S23 അൾട്ര വാങ്ങിക്കണോ എന്നാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. വെച്ചാൽ കുറേ പേരെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നോർമലി നിങ്ങൾക്ക് അറിയിക്കും രണ്ട് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും, ഇപ്പോൾ ജനുവരി എൻഡായിട്ട് നമുക്ക് അടുത്ത കൊല്ലം ജനുവരി മന്തിൻ്റെ ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് S25 അൾട്ര സീരീസ് അല്ലെങ്കിൽ S25 സീരീസ് ഫുൾ ഇറങ്ങും. അപ്പോൾ മിക്കവാറും അതൊരു 90-95% നമുക്ക് S23 സീരീസ് ഫുള്ളി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ S23 നിർത്താനും അതുപോലെ S23 പ്ലസ് ഓൾറെഡി നിർത്തിനായിരുന്നു. S23 അൾട്രയും ഇപ്പോൾ സെയിലാണ്. എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ S23ക്ക് ഇപ്പോൾ കറണ്ട് സെല്ലിംഗ് പ്രൈസ് ഒക്കെ ഒരു 40-45 ആ റേഞ്ചിലൊക്കെയാണ്. ഇപ്പോൾ S23 അൾട്രയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 75 to 79, 80,000 ആ റേഞ്ചിലാണ് നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത്. ഒരെണ്ണം ആമസോണിലും ഒരെണ്ണം ഫ്ലിപ്കാർട്ടിലുമാണ്. അപ്പോൾ ഈ രണ്ട് പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 40 to 80 ഒരു ഓൾമോസ്റ്റ് ഒരു ഡബിൾ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, രണ്ടും സൈസിലായാലും ഫീച്ചേഴ്സിലെന്ന് പറയുന്നത് കുറേ വലിയ ഡിഫറൻസ് ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അൾട്രയുടെ കാര്യം പറയുന്നത് നമുക്ക് എക്സ്ട്രാ 2 ലെൻസ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ S Pen വരുന്നുണ്ട്, വലിയതാണ്. ബാറ്ററി ബാക്കപ്പ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി കൂടുതലുണ്ട്. അങ്ങനെ കുറച്ച് ഡിഫറൻസുകളും കാണുന്നുണ്ട്. ഷേപ്പ് അടക്കം വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ S23 അൾട്ര S23 നോർമലി കാണിക്കാത്ത എന്താ വെച്ചാൽ എൻ്റെ നിലത്ത് പോകുന്നു. ഞാൻ ആക്ച്വലി റിപ്പയറിന് കൊടുത്തേക്ക്, അത് കാരണം കാണിച്ചു തരാത്തട്ടാ. അപ്പോൾ തന്നെ ഞാൻ ബോക്സ് കാണിക്കാൻ കാരണം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ യൂസേജ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്താ വെച്ചാൽ രണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ബോക്സ് തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, സൈസ് ഡിഫറൻസ് കാണുന്നുണ്ടോ? അപ്പോൾ ഒരെണ്ണം 6.1 ഇഞ്ചും ഒരെണ്ണം 6.8 ഇഞ്ചുമാണ് നമുക്ക് പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഞാൻ കറൻ്റ് ഉപയോഗിക്കുന്നത് ഇതാണ്, S23 അൾട്രയാണ്. എൻ്റെ വേറെ മൾട്ടിപ്പിൾ ഫോൺസ് ഉണ്ട്, ഐഫോൺസ് ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് S Pen ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ് പർപ്പസ് ആയിക്കോട്ടെ, ഒഫീഷ്യൽ പർപ്പസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഈ സാധനം നല്ല യൂസായിട്ട് നമുക്ക് വരുന്നുണ്ട്. എൻ്റെ ആക്ച്വലി നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കും, എൻ്റെ ടാബും ഉണ്ട് സാംസങ്ങിൻ്റെ, അതിൽ നമ്മൾ പെൻ ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പെൻ കുറച്ചും കൂടിയും എന്താ പറയുക, ഈസി ടു യൂസ്, അല്ലെങ്കിൽ നോർമൽ നമുക്ക് അങ്ങനെ പിടിച്ച് എഴുതാൻ പറ്റും. കറക്റ്റ് നമ്മുടെ ഒരു നോർമൽ പെന്ന് പോലെയാണ്. അപ്പോൾ പിന്നെ ടാബാണല്ലോ, നമുക്ക് എടുത്തു വെച്ച് എഴുതാനും കുറച്ച് വലിയ സംഭവം പോലെ. അപ്പോൾ അതിൻ്റെ പെൻ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഡിഫറൻസ് വരുന്നുണ്ട് ചെറുതായിട്ട്. ഇതാണ് ടാബിൻ്റെ പെൻ. ഉണ്ട് ശരിക്കും നമ്മുടെ ഒരു പെൻസിലിൻ്റെ പോലെയാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണ്, ഹാൻഡിൽ ചെയ്യാനും. അതുപോലെ തന്നെ നമുക്ക് അതിലില്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് സംഭവമൊക്കെ ഇതിൽ വരുന്നുണ്ട്. പറയുമ്പോൾ രണ്ടിലും നമുക്ക് എന്താ പറയുക, ബട്ടണും സംഭവമൊക്കെ ഇതിലും കിട്ടുന്നുണ്ട്. കണ്ടോ, രണ്ടെണ്ണത്തിലും ബട്ടൺ സംഭവമൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ക്യാമറ റിമോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഫോണിൽ വരുന്ന S Pen നമുക്ക് ക്യാമറ റിമോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു മൾട്ടിപ്പിൾ യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോട്ട്സ് എഴുതാനും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ കുറേ ഫീച്ചേഴ്സ്, അത് രണ്ടിലും ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ sketch to image അങ്ങനെ കുറേ സംഭവങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇനിയിപ്പോൾ പുതിയ One UI 7 വരുമ്പോൾ എന്തായാലും വേറെ അപ്ഡേഷനും വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളിപ്പോൾ S23 ഇപ്പം ഞാൻ ആക്ച്വലി കുറേ പേരോട് പറയാനുള്ളതാണ്. എന്ന് വെച്ചാൽ S25 ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഓപ്ഷൻ വരിക S24 നിങ്ങൾക്ക് ഇപ്പോൾ പ്രൈസ് കുറയാൻ സാധ്യതയുള്ളൂ. പക്ഷേ S24 അൾട്രയ്ക്കും എന്തായാലും ഇത്രയും പ്രൈസ് ഒന്നും കുറയാൻ ഒരു ചാൻസും ഇല്ല. മാക്സിമം ഒരു 1 lakh ആ റേഞ്ചിലൊക്കെ പ്രൈസ് കുറയാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു അൾട്രാ ഫോൺ സീരീസ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ S23 അൾട്ര എടുക്കാനായിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്കൊരു 70,000-75,000 രൂപയ്ക്ക് ക്യാഷ് ബാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ ആ സാധനത്തിന് നമുക്ക് വെറുത്താണ്. ഓൾമോസ്റ്റ് നമുക്ക് 2-3 കൊല്ലം സാധനം ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ Gen 2 ആണ് വരുന്നതിൽ. Gen 2 ആയാലും നമുക്ക് Gen 3 ആയാലും വലിയ പ്രൈസ് ജമ്പും സംഭവങ്ങളൊന്നുമില്ല. പിന്നെ മറ്റേലിഞ്ഞ് വരാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ എലൈറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് പെർഫോമൻസ് ജമ്പൊക്കെ ഓഫ് കോഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ടതും വെറും ഗീക്ക് ബഞ്ച് സംഭവിക്കുകയാണ്. അത് ജസ്റ്റ് പേപ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. പ്രോസസ്സിംഗ് സഹായത്തൊക്കെ കുറച്ച് കൂടും. എന്ന് വെച്ചാൽ പ്രോസസ്സിങ് ചെയ്യും നമ്മൾ ക്യാമറ ഷോട്ട്. പക്ഷേ ഇതിലും സ്ലോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അവിടെ എടുത്തു. ലൈറ്റ് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എടുത്തുകൊണ്ട്. അപ്പോൾ തന്നെ സാധനം പ്രോസസ്സായി. അപ്പോൾ ഇതൊരു സ്ലോ എന്നൊന്നും പറയാനില്ല. കണ്ടു, സ്ലോ എന്നൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൽ ആക്ച്വലി ലെൻസ് പ്രൊഡക്റ്റ് ഒട്ടിട്ടുണ്ട്. കാരണം ചെറിയ ഡീഗ്രേഡേഷൻ വന്നിട്ടുണ്ട് ഫോട്ടോയ്ക്ക്. എന്ന് വെച്ചാൽ ഇത് ബ്രാൻഡഡ് ഒന്നുമല്ല. അപ്പോൾ ഞാൻ ചുമ്മാ സിൽവർ കളർ കണ്ടപ്പോൾ കുറച്ച് മാച്ചിങ് ആയിക്കോട്ടെ ഒട്ടിച്ചാണ്. പിന്നെ ഞാൻ മാറ്റേണ്ടി വരും. സ്പീക്കറിൻ്റെ അങ്ങനത്തെ നല്ല ഒറിജിനൽ കവർ ഇടേണ്ടി വരും. എന്താ വെച്ചാൽ ഇത് ഞാൻ ടെക്കിൻ്റെ സ്ലിം കേസിൻ്റെ ഒരു കവർ. എന്ന് വെച്ചാൽ ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു കവർ. അതിപ്പോൾ ഇതിൻ്റെ ലെൻസ് ചെറുതായിട്ട് തട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം വന്നപ്പോഴാണ് ഞാൻ ലെൻസ് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടത്. 100 രൂപ ആമസോണിൽ കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും ഒറിജിനൽ വാങ്ങിച്ചിട്ടുണ്ട് വരും. എന്താ വെച്ചാൽ ഇതിന് ക്വാളിറ്റി ഡിഫറൻസ് വരുന്നുണ്ട്. അതിലത്തെ ടെമ്പർ ഗ്ലാസും ഒറിജിനലിൻ്റെ ടെമ്പർ ഗ്ലാസും വ്യത്യാസം വരും. അപ്പോൾ ഇതുമ്മയൊക്കെ നല്ല ചളിവില്ല, നമ്മുടെ ഫിംഗർ പ്രിൻറ്റും സംഭവമൊക്കെ സുഖമായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടൊക്കെ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ സിൽവർ കളർ ആയാലും പോകുന്നുണ്ട്.
അപ്പോൾ ഇത്രയും ചെറിയ ഒരു ലോക്കൽ ക്യാമറ സ്ക്രീൻ പ്രൊട്ടക്ടറൊന്നും അല്ലെങ്കിൽ ലെൻസ് പ്രൊട്ടക്ടറൊന്നും ഉപയോഗിക്കാനായിട്ട് നല്ല ക്വാളിറ്റി സാധനം വാങ്ങിച്ചിട്ടാൽ മതി. ജസ്റ്റ് കാശ് കുറവ് നോക്കിയിരുന്നു വെച്ചാൽ ഒറിജിനൽ സാധനത്തിനൊക്കെ 800 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇത് 300 രൂപയ്ക്ക് കിട്ടും. അതാണ് ഡിഫറൻസ് വരിക. പിന്നെ ഞാനിതിപ്പോൾ നമുക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, ഇപ്പോൾ ക്യാമറ യൂസ് ഒന്നും അധികം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വാങ്ങിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ വാങ്ങിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 40,000 രൂപ അല്ലെങ്കിൽ 50,000 താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആക്ച്വലി S23 നല്ലൊരു ചോയ്സ് തന്നെയാണ്. പക്ഷേ S24 ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊരു ഓഫർ കഴിഞ്ഞിട്ടൊക്കെ 53-54 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നല്ലത് S24 സീരീസിലേക്ക് പോകുന്നത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആണല്ലോ. പിന്നെ നമുക്ക് 7 years അപ്ഡേറ്റ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസും ക്യാമറ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അപ്പോൾ ആ ലേറ്റസ്റ്റിൻ്റെ ഒരു സംഭവം അവിടെ ഫേവറായിട്ട് കിട്ടുമ്പോൾ ഒരു 15,000 രൂപ ഡിഫറൻസ് വരുമ്പോൾ പിന്നെ അത്രയ്ക്കും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും S23 തന്നെ പോകാം. പക്ഷേ വാങ്ങിക്കുമ്പോൾ 256 GB വേരിയൻറ്റ് വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. S23 മോഡലിൽ നമുക്ക് 8 GB RAM തന്നെ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ 8 GB RAM നമുക്ക് ഇനി ഭയങ്കര കോമൺ ആവും. എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് എന്താ പറയുക ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. 12 GB ഇനി മിനിമം വേണ്ടി വരും ലേറ്റസ്റ്റ് വരുന്നതിനൊക്കെ. ഇപ്പോൾ തന്നെ അങ്ങനെ വന്നു തുടങ്ങിയത് വേറെ കാര്യം. അപ്പോൾ S23 അൾട്രയിൽ അതാണ് ഒരു മെയിൻ പ്ലസ് പോയിന്റ് വരുന്നത്. 256 GB 12 GB ആണ് ബേസ് ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ അതൊരു നമുക്ക് ലോങ് യൂസിന് ഫ്യൂച്ചർ യൂസിന് ഒരു നല്ലൊരു ഫ്യൂച്ചർ പ്രൂഫ് പോലത്തെ ഒരു സംഭവമാണത്. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ അത് നോക്കണം, അതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ S23 8 GB വരുന്നുള്ളൂ, അതാണ് വേറെ കുഴപ്പം. നമ്മൾ 256 GB വാങ്ങിച്ചാലും 8 GB വരുന്നുള്ളൂ, അതാണ് അവിടെ ഒരു നെഗറ്റീവ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ 8 GB എന്തായാലും ആൻഡ്രോയിഡ് 15 16 ഇറങ്ങുമ്പോൾ ലാഗാവും, ഭയങ്കരമായിട്ട് ലാഗാവും. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ യൂസ് 2-3 കൊല്ലത്തൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം S23 അൾട്ര വാങ്ങിക്കാൻ തന്നെ പറയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ആമസോണിൻ്റെ ബൈലിങ് ഞാൻ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മോസ്റ്റ്ലി ഇനി ഒരു മാസം കൂടി സാധനം S23 അൾട്ര എനിക്ക് തോന്നുന്ന സെയിൽസിന് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മിക്കതും അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ S24 അൾട്രയുടെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1,20,000 വരുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. 50,000 രൂപ റേഞ്ചൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് അൾട്രയായിട്ട് S23 അൾട്രയായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ പ്രൈസ് റേഞ്ചിൽ ഇനി S24 അൾട്ര ഒന്നും കിട്ടില്ല. എന്തായാലും 70,000 75,000 രൂപയ്ക്ക് S24 അൾട്ര S25 ഇറങ്ങിയാലും അവർ വിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ബെസ്റ്റ് വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ സാധനം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പോകുന്നത് ബെസ്റ്റ് പരിപാടി. പിന്നെ അത്യാവശ്യം ഹെവിയാണ്, വലുതാണ്, അതൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ നോർമൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ സാധനം ആദ്യം കിട്ടുമ്പോൾ തന്നെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ സാധനമൊക്കെ അത് ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും അൺകംഫർട്ടബിൾ ആണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ യൂസ്ഡ് ആവും. ഇപ്പോൾ ഞാൻ യൂസ്ഡ് ആയി. പക്ഷേ അതുകൊണ്ടൊക്കെ ഞാൻ സ്ലിം കേസിൻ്റെ ഇത് വാങ്ങിച്ചിട്ടത്. എന്ന് വെച്ചാൽ നോർമൽ കേസിന് ഒന്നുകൂടി ഹെവിയും സൈസും കൂടും, അത് വേറെ കാര്യം, അതാണ് വേറെ പ്രോബ്ലം കേട്ടോ. അപ്പോൾ സ്ലിം കേസിൻ്റെ ഒക്കെ കുറേ പേര് കേസിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി പറയാറുണ്ട്, ഗൂഗിളിൽ സ്ലിം കേസിൻ്റെ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരു ഫോറിൻ ബ്രാൻഡാണ്. 1300 1400 ആ റേഞ്ചൊക്കെ പ്രൈസ് വരും കേട്ടോ, അത് മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. പേജ് ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണാം.